Hi children, good morning. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു നമ്മൾ ചുറ്റളവ് സർക്കംഫറൻസ് പഠിച്ചു. Now you want to study the area, that means പരപ്പളവ്. Look here. Here some formulas are there. ഇത് page number 162, 163 and 164 ഉണ്ട്. 164 also. Maths class 9 part 2 circle 164 also. 164 also. ആ ടെക്സ്റ്റ് ബുക്ക് പാർട്ട് തുറന്നാൽ കാണാൻ പറ്റും. ഏരിയ ഓഫ് സർക്കിൾ അന്ന് കാണിച്ചാണ്. ഏരിയ ഓഫ് സർക്കിൾസ്, റെഗുലർ പോളിഗൺസ് ആൻഡ് പെരിമീറ്റേഴ്സ്. റെഗുലർ പോളിഗൺ എന്താ ഞാൻ പറഞ്ഞിരുന്നു. സർക്കംഫറൻസ് ഓഫ് സർക്കിൾ അത് പൈഡി. സർക്കംഫറൻസ് അത് പറയാണ് ചുറ്റളവ്. സർക്കംഫറൻസ് ചുറ്റളവ്. ഏരിയ പരപ്പളവ്, പരന്ന പരപ്പളവ്. എത്ര പരപ്പ്, അതായത് എത്ര അതിന്റെ പ്രതലുണ്ട് അർത്ഥം. പൈ ആർ സ്ക്വയർ, ദിസ് 2 പൈ ആർ പൈ ആർ സ്ക്വയർ. ഈക്വലേറ്റർ ട്രയാങ്കിൾ ഓർമ്മിക്കുക, √3/4 a സ്ക്വയർ. എന്താണ് എ? ഈക്വലേറ്റർ ട്രയാങ്കിളിനാണ് ഓൾ സൈഡ്സ് ആർ ഈക്വൽ, ഓൾ ആംഗിൾസ് ആർ ഈക്വൽ, ഇക്യു ആംഗിൾ. ഇതാണ് ഈക്വൽ സൈഡ്സ്, √3/4 a സ്ക്വയർ അതിന്റെ ഫോർമുല. പിന്നെ സ്ക്വയർ ഡയഗണൽസ് ഡി. അത് സ്ക്വയർ ആണെങ്കിൽ ഇവിടെ നോക്ക്, സപ്പോസ് ഇസ് എ സ്ക്വയർ. ഇത് കുറച്ച് ചെരിഞ്ഞുണ്ട്, പക്ഷെ സോറി, suppose this is the square. Square diagonal of D1, D2. Diagonals of a square. Area of a square. Diagonals given. Square in the diagonal. Our diagonals are equal. Diagonals equal. About area of രണ്ട് diagonal of D1, D2. So ഇതിൽ നിന്നാണ് ഇത് D and രണ്ടും D and diagonals equal. Half of D square. D into D. Area of square diagonal is given, half D square. You know side is given, A square. Area of square A square. Perimeter is 4A, 4 into side. Area of sector of angle theta. ഇവിടെ sector means piece of piece. And this is the circle. This is the sector. That means between the arc. This is arc. Arc means a piece of a circle. Piece circle the കഷ്ണാണ്. നിങ്ങളെ മദർ അല്ല സിസ്റ്റർ വളന്റെ ബാങ്കിളിന്റെ ഒരു പീസ്, അത് ആർക്ക്. ഇത് രണ്ട് റേഡിയസ് ആണ്. ഈ ആംഗിൾ ഇവിടെ തീറ്റ ആയിരിക്കും. തീറ്റ ബൈ 360 into പൈ ആർ സ്ക്വയർ. അതാണ് ഏരിയ ഓഫ് എ സെക്ടർ ഓഫ് സർക്കിൾ. അത് ഓർമ്മിക്കാം. ഏരിയ ഓഫ് സെക്ടർ ഓഫ് സർക്കിൾ അതൊക്കെ ഒന്ന് ഓർമ്മിക്കാം പ്ലീസ്. ഓക്കെ. ഇനി ഇതിലേക്ക് വന്നാൽ വാട്ട് ഈസ് ദ പേജ് നമ്പർ? ഇവിടെ പേജ് നമ്പർ ഉണ്ടാവില്ല. 162, 163. ആ പേജ് എല്ലാവരും ഒന്ന് ഓപ്പൺ ചെയ്തു. ഇവിടെ ഉണ്ട് ദ ലെങ്ത് ഓഫ് എ കോഡ് ഓഫ് എ സർക്കിൾ. ദ ലെങ്ത് ഓഫ് എ കോഡ് ഓഫ് എ സർക്കിൾ 3 centimeter from the center is 4 centimeter. What is the area of the circle? ഒരു വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് 3 സെന്റിമീറ്റർ അകലെയുള്ള ഞാനിന്റെ ഡയമീറ്റർ, കോഡ്. ഡയമീറ്റർ അല്ല, ഡയമീറ്റർ ഇസ് ദ ലോങ്സ്റ്റ് കോഡ്. 4 സെന്റിമീറ്റർ ആണ്. വൃത്തത്തിന്റെ പരപ്പളവ് കണക്കാക്കുക. എങ്ങനെ ചെയ്യാം? ലെങ്ത് ഓഫ് എ കോഡ് ഓഫ് എ സർക്കിൾ 3 centimeter. ഇവിടെ ഞാൻ മേലെ വരയ്ക്കുന്നു. This is the circle. A chord is the length of the chord of a circle is 3 centimeter. Chord 3 centimeter. From the center is 4 centimeter. Center to here
4 centimeter. താഴത്തെ ഫിഗർ കൊടുക്കുന്നു. അത് പെർപെൻഡിക്കുലർ ആയിരിക്കുന്നൊക്കെ നിയമം. വാട്ട് ഇസ് ദ ഏരിയ ഓഫ് സർക്കിൾ? അതായത് നമുക്ക് ഏരിയ ഓഫ് സർക്കിൾ കിട്ടുക, റേഡിയസ് കിട്ടണം. അതായത് പൈത്തഗോറസ് അപ്ലൈ ചെയ്യുക, ട്രയാങ്കിൾ ഉണ്ടാക്കി. ദിസ് ഈസ് 4 and length of the chord of a circle 3 centimeter from the center is 4 centimeter. അപ്പൊ കോഡിന്റെ എത്രയാണ്? Look, second അല്ല, first one. Look here, there is the answer. So how can you do that one? First one. The length of a chord of a വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ 3 സെന്റിമീറ്റർ അകലെയുള്ള ഞാണിന്റെ നീളം 4 സെന്റിമീറ്റർ. അപ്പൊ ആ ഫിഗർ തന്നെ എടുത്താല്, അല്ലെങ്കിൽ ഇവിടെ നോക്കി താഴത്തെ സ്പേസ് ഒരു കൂടി വലുതാക്കാൻ വരച്ചത്. This is the circle. This is the center. Here is one chord. ഈ കോഡിന്റെ നീളം 4 centimeter. About 4 centimeter ആണ്. What we can say? Look here. This is a perpendicular distance ആയിരിക്കും. അത് തന്നുണ്ട് 3 centimeter. This is 3 centimeter. We can join. Now this is the radius. Radius കാണണം. Radius കിട്ടിയ വൃത്തത്തിന്റെ സർക്കംഫറൻസോ വാട്ട് ഇസ് ഏരിയ എല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇത് കോഡ്, ദിസ് കോഡ്, സപ്പോസ് ദിസ് ഇസ് കോഡ് എ ബി 4 സെന്റിമീറ്റർ ആണെങ്കിൽ ഇത് ബൈസെക്ട് ചെയ്യും. Perpendicular, sorted is perpendicular line from the line segment from the center will bisect. അപ്പൊ ഇത് 2 in 2 ആയി ഇല്ലേ? യെസ്. അപ്പൊ R we can find out using Pythagoras theorem. Hypotenuse square is equal to, from triangle OBC, OCB, this is C. Hypotenuse square is equal to R square is equal to squares of other two sides. 3 square plus 2 square. Now we got 3 square is 9 and 2 square is 4. That means 9 plus 4. R square is 9 plus 4, so R is equal to root of 13. This 13 and 13. Root of 13. R root of 13 കിട്ടി. So we can find out, we can do, we can apply the law, we can apply what you want area. Area is equal to pi R square. Okay. So we know pi, what is the value? 3.14 into R square is 13. Multiply the 2 decimal, that is the answer. I think you understood the method. മനസ്സിലായില്ലേ? 340 multiply by 13, that decimal place കൊടുക്കുക. Okay. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. What is the area of circle? Area of circle formula pi R square. Radius we got, R square is here 13, radius 13, root 13. Radius മനസ്സിലാക്കേണ്ട ആവശ്യമില്ല, R square വി. പക്ഷെ സർക്കംഫറൻസ് കാണാൻ റേഡിയസ് വേണം. 2 pi R കൊടുക്കാം. പക്ഷെ ക്വസ്റ്റ്യൻ ഈസ് ഫൈൻഡ് ദ ഏരിയ. ഇനി അടുത്ത ഫിഗർ ഇതാണ്. ഇവിടെ റേഡിയസ് ഉണ്ടല്ലോ. വാട്ട് ദ റേഡിയസ്? ഇറ്റ് ഈസ് വെരി ഈസി. ഈ ഫിഗറിൽ ഇവിടെ റേഡിയസ് എത്ര? 2. റേഡിയസ് 2 ആണ്. അപ്പോൾ ഓൾറെഡി ഇറ്റ് ഈസ്, വി ഗോട്ട് ഇറ്റ്. അപ്പോൾ തന്നെ പൈ ആർ സ്ക്വയർ കിട്ടും, ആൻസർ കിട്ടും. ഈ സർക്കിളിലോ what is the question? Compare the difference between area of circle and the area of the regular polygon. Secondly, area of circle കിട്ടി. Area of circle same ആണ് തന്നെയാണ്, because radius is 2. Radius is 2 means what is the area of circle? A is equal to pi R square. R is 2. We can do
That means pi r square. Pi we can give pi. 2 square means 4 pi. 4 pi 8. 4 pi. Now they're asking compute the difference between area of circle and area of the regular polygon. That's why regular polygon you can see here. Square is the regular polygon. What is the area of the square? Yes. Side into side. Side into side. Or one more formula we half into d square. One formula is starting. I wrote one formula. Area of square diagonal half d square. D is given. അല്ലെങ്കിൽ നമുക്ക് പൈത്തഗോറസ് ഉപയോഗിച്ചിട്ട് സൈഡ് കണ്ടുപിടിക്കണം അങ്ങനൊക്കെ ചെയ്യാം. Half d square. Here 4 pi. Now listen here. Half into d square. And doing this one here. ഇവിടെ ചെയ്യുന്നത്. ആ square in the half d square. Half into what is d? 4 into 4. Half into 4 into 4. Diagonal 4 into 4. ഇത് നമുക്ക് കട്ട് ചെയ്യാം. 2. That means 2 4s are 8. In a difference between അതിന് വ്യത്യാസത regular polygon area of the circle and area of the regular picture. The complete difference between area of the circle and area of the polygon. Okay. Difference 8 minus 4 pi element. That means 4 into 3.14. 3.14. 4 into 3.14. എത്ര ഉണ്ടാവും? 4 4s are 16. 1 carry. 4 1 4. 4 plus 1 5. 4 3s are 12. 12.56. 4 3s are 12.56. ആ ഡിഫറൻസ് നമ്മൾ ഇവിടെ കാണാം. ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 8 minus, that means circle minus, sorry, 8 minus അല്ല, circle അല്ല വരുന്നത്, circle minus, circle area is 12.56 minus 8. The difference we got 4.56. Now look here. ഞാൻ എൻ്റെ മെത്തേഡിൽ ചെയ്ത് let me see. വേറെ മെത്തേഡ് ഇവിടെ കാണുന്നുണ്ടോ? ഇതിൻ്റെ ആൻസർ ഇതാ. അവിടെ പൈ ആർ സ്ക്വയർ കണ്ടു. അപ്പം ഏരിയ ഓഫ് ദ സർക്കിൾ പൈ ആർ സ്ക്വയർ. ഓക്കെ, ആർ ഇസ് ഈക്വൽ ടു 2 centimeter. 4 pi 2.56. നമുക്ക് എന്താ കിട്ടിയ 2.5 half d square. Okay, 8. Area of the circle, what we got? Where is a pi r square? That means 4 pi, correct? 4 pi 2.56 and നമുക്ക് കിട്ടിണ്ടാവും. 4 pi 4 into pi. Pi is 3.14. 4 into 4 pi. 4 into 3, but this is 12.56. 12 point. അവിടെ എഴുതാൻ കഴിയില്ല. 12, okay, 12.56. 4 is at 12, then 12.56. In area of a square, same thing, half d square, 8. Our difference is 12.56 minus 4.56, correct? Rough final area that you in area of circle here. Yeah, circle is what I can say, area of circle 12.56, same circle because diameter for this 2. Area of the triangle root 3/4. Then we have to find a regular figure. But a regular figure is there. But the regular figure, look here. This is the regular hexagon. 1, 2, 3, 4, 5, 6 hexagon. Regular hexagon. Square, quadrilateral, regular quadrilateral. അപ്പോൾ നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് ഇത് സൈഡ് കൂടുന്നതനുസരിച്ച്, പോളിഗന്റെ സൈഡ് കൂടുന്നതനുസരിച്ച് അതിന്റെ ഏരിയ നിയർ ടു സർക്കിൾ ഏരിയ വരും. അതായത് ഈ ഏരിയ
ഏരിയ ലെസ് ആയിരിക്കും രണ്ടാമത്തെ ഏരിയ. യെസ്. Here equilateral triangle എത്ര ഉണ്ട്? 6 equilateral triangle. 6 into √3/4 a square ആണ് equilateral triangle ഫോർമുല. ഏരിയ ഓഫ് equilateral. അതാണ് ആദ്യത്തിലെത്തുന്നത്. അത് നമുക്ക് എത്ര കിട്ടും? 12.56 minus 10.36, 2.18. ഇവിടെ 4.56. What we can say, ഏരിയ കുറഞ്ഞു വരും. പോളിഗൺ കണ്ട, ഇവിടെ പോളിഗൺ ഒരുപാട് സൈഡ് കൂടുന്നതനുസരിച്ചിട്ട് remaining area, circle minus area of polygon will be small. അത് അത്രയല്ലേ ഇതിന്റെ കൺസെപ്റ്റ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അത് വേറെ അനദർ മെത്തേഡൊക്കെ ചെയ്ത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക്. ഹാഫ് ഡി സ്ക്വയർ അനദർ മെത്തേഡ് റൂട്ടൊക്കെ ചെയ്ത് d is equal to 4. അപ്പോൾ a into √2 a ഏരിയ a square 2 root square. ഇതിന് ആവശ്യമില്ല, അല്ലാതെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് അങ്ങനെ ആൻസർ കിട്ടും. a square സൈഡ് കണ്ടിട്ട് a square ചെയ്യാം. ഓക്കെ, now listen ചെയ്യാം. അത് മനസ്സിലായിന്ന് കരുതുന്നു. മനസ്സിലായില്ലേ പറയണം. നെക്സ്റ്റ്, in the below, circle are drawn through the vertices of a square and a rectangle. Circle are drawn. In the picture, circles are drawn through the vertices of a square and a rectangle. You know circle, the square is inscribed in a circle. Here rectangle is inscribed in a circle. What do you have to prove? Calculate the area of the circle. Area of the circle are granted. About what we can do? ഈ സ്ക്വയറിൻ്റെ ഇത് 3 ആണെങ്കിൽ ഇതും 3. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? You can join this diagonal. Sorry, ഇവിടെ join ചെയ്യും. ഈ ഡയഗണൽ ജോയിൻ ചെയ്താൽ മതി. ഡയഗണൽ വരയ്ക്കുന്നത് ശരിയായി. സോ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ഈ ഡയഗണൽ ലെങ്ത് കാണാൻ പറ്റും. Because this is 3, this is 3. Pythagoras 90 degree right, and hypotenuse square is equal sum of the squares of the three sides. അത് ഇവിടെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബുദ്ധിമുട്ടാണ്ടതാ ഇവിടെതാ 3 3 3 into 3 3 square plus 3 square അല്ലെ 18 അല്ലേ? Yes, this is 3 square 3 square 3 square. I need the diameter. 3 square plus 3 square is this. What are this? Is a diameter. Suppose this is diagonal diameter of the circle. That means diagonal of the square. 3 square plus 3 square is equal to d square. 9 plus 9 is equal to d square. That is equal to 18. Upper d is equal to root of 18. Root of 18. Root of 18, what we can do? We can do 9 into 2 is 18. Root of 9 into 2. We know root of 9 into root of 2. Root of 9 into root of 2. That is the law of addition. Square root of a into b is equal to square root of a into square root of b. Root of 9 3, root 2 then 3 root. അങ്ങനെ നമുക്ക് 3 root 2 കിട്ടാൻ ഡയഗണൽ. r is equal to എത്ര ഉണ്ടാവും? r is equal to പൈ ആർ സ്ക്വയർ വേണ്ട, പൈ ആർ r സ്ക്വയർ കിട്ടും. സോറി, d സ്ക്വയർ കിട്ടി. വൺ സൈഡ് ഓഫ് ദ സ്ക്വയർ 3 ഡയഗണൽ 3 root 2 3 root 2 by 2 ആയിരിക്കും അല്ലെ? ഇതിന്റെ പകുതി ആയിരിക്കും. What is the diameter? 3 root 2 by 2 ആയിരിക്കും radius. Pi r square 3 root 2 by 2. അപ്പോൾ 3 root 2 by 2. Here diameter is equal to 3 root 2 നേരെ കണ്ടു. Radius equal to 3 root 2 by 2. 3 root 2 by 2. അത് സപ്ലൈ ഏരിയ
area is equal to pi r square. Pi r square done. Pi into 3 root 2 by 2 whole square. അതായത് അത് ബ്രാക്കറ്റിൽ എഴുതാം. 5 into 3 into 3 9 root 2 into root 2 2 by 2 ആണ്. വെരി ഗുഡ്. 5 into the 3 square means 9 ആണ്. 9 into root 2 square 2 ആണ്. by ഇവിടെ 2 square ഉണ്ട് കേട്ടോ. by 2 അല്ല, by 4 ആണ്. അപ്പൊ ഇത് 4ഉം 2ഉം കട്ട് ചെയ്തു. ഇത് 2 കിട്ടും. 9 pi by 2. 9 by 2 pi. 9 by 2 pi. Yes. 9 by 2 എന്നാൽ 4.5. അത് 4.5 4.5 pi. pi അങ്ങനെ തന്നെ കീപ്പ് ചെയ്ത് 9ന്റെ പകുതി 4.5 സെന്റിമീറ്റേഴ്സ്. അത് നോക്കി, അത് ക്ലിയർ ആണ്. ഞാൻ അധികം എക്സ്പ്ലനേഷൻ ആവശ്യം, അത് തന്നെ ക്ലിയർ ആണ്. ക്ലിയർ അല്ലേ? Now look here. അടുത്ത റെക്റ്റാങ്കിൾ. റെക്റ്റാങ്കിളിന്റെ ഇത് 4, ഇത് 2, ഇത് 2 ആയിരിക്കും. അപ്പൊ 4 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ 20 റൂട്ട് ഓഫ് 20 by 2 ആയിരിക്കും റേഡിയസ്. 20 by 2 റേഡിയസ്. പൈ ആർ സ്ക്വയർ കൊടുക്കുക, 5 pi കിട്ടും. ദാറ്റ് വി ഗോട്ട്. അത് കഴിഞ്ഞു ഇല്ലേ? കൺഫ്യൂഷൻ്റെ നോക്കണം. A rectangle is inscribed in a circle, a square is inscribed in a circle, we found the area of the circle. Next, fourth question. Draw a square and draw a circle with vertices as center, radius as half of the side. Draw a square and draw a circle with vertices as center and radius is half of the side. Another square composed of 4 smaller squares of the same size at the first square and draw a circle that just is inside. The one. Draw a square and draw a circle with these vertices. A square vertices. അതിന്റെ വെർട്ടിസസിൽ സർക്കിൾ വരച്ചു. ഇതാണ് വെർട്ടിസസ്. 3 വെർട്ടിസസ് ഉണ്ടാവും. 4 വെർട്ടിസസ്. റേഡിയസ് ഹാഫ് ഓഫ് ദ സൈഡ്. റേഡിയസ് ഈ സ്ക്വയറിന്റെ സൈഡിന്റെ പകുതി. ഇതാണ് വെർട്ടിസസ്. ഇവിടെ റേഡിയസ്, ഇത് ഈ റേഡിയസ്. സപ്പോസ് ദിസ് ഈസ് 8, ദിസ് ഈസ് 4. റേഡിയസ് അല്ലേ? ആ റേഡിയസ് സർക്കിൾ വരച്ചു. ആ ഫിഗർ നോക്കി, ഫിഗർ കണ്ടാൽ മനസ്സിലാവും. ഫിഗർ ഇസ് ഗിവൺ ഇൻ ദ ടെക്സ്റ്റ് ബുക്ക്. പേ നമ്പർ ആ ഫിഗർ 163 163 അതാ ഫിഗർ. ഫിഗർ കിടക്കുന്നത് 163 പേ നമ്പർ 163. Prove the area of the large circle is the sum of the area of the 4 small circles. Circles നോക്കി. Draw a circle with vertices as center and radius as half of the side. Draw another square composed of 4 smaller squares. വലിയ സ്ക്വയർ ഇങ്ങനത്തെ 4 സ്മോളർ സ്ക്വയറിനോട് ഉണ്ടാക്കി. 4 smaller square of the same size as shown first square. And draw a circle and just fit inside. ആ സ്ക്വയറിന്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്യുന്ന സർക്കിൾ. എന്നിട്ട് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? Prove that the area of the large circle is the sum of the area of the 4 small circle. ഈ 4 സ്മോൾ സർക്കിളിന്റെ ഏരിയ ഈ ലാർജ് സർക്കിളിന്റെ ഏരിയക്ക് ഈക്വൽ ആയിരിക്കും. അതാ പ്രൂവ് ചെയ്യാം. ഫിഗർ നോക്കി ഒന്നും കൂടി. ഒരു സമചതുരം വരച്ച് അതിന്റെ 4 മൂലകൾ കേന്ദ്രമായും വശത്തിന്റെ പകുതി ആരമായും വൃത്തങ്ങൾ വരക്കുക. ആദ്യത്തെ സമചതുരത്തിന്റെ അതേ വലിപ്പമുള്ള 4 സമചതുരങ്ങൾ ചേർന്ന് സമചതുരം വരച്ച് അതിനുള്ളിൽ കൃത്യമായി ചലിക്കുന്ന വൃത്തം വരക്കുക. വലിയ വൃത്തത്തിന്റെ പരപ്പളവ് 4 ചെറുവൃത്തങ്ങളെയും പരപ്പളവുകളുടെ തുകയാണെന്ന് തെളിയിക്കുക. Prove that the area of the large circle is the sum of the area of the 4 small circles. എങ്ങനെ ചെയ്യാം? ഇവിടെ കണ്ടില്ലേ, ഇത് സെക്ടർ ആണ്. ക്വാർട്ടർ ഓഫ് സർക്കിൾ ആണ്. ഇവിടെ ക്വാർട്ടർ ഓഫ് സർക്കിൾ, ഇവിടെ ക്വാർട്ടർ ഓഫ് സർക്കിൾ, ഇവിടെ ക്വാർട്ടർ ഓഫ് സർക്കിൾ അല്ലേ?
ആ ക്വാർട്ടർ ഓഫ് സർക്കിളൊക്കെ കൂടിയാൽ ഒന്നായില്ലേ, 1 സർക്കിളായി ഈ 4 ഏരിയ. അപ്പോ ഈ 1 സർക്കിള് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കി, റേഡിയസ് ഓഫ് ദ സ്മോൾ സർക്കിൾ ആർ, ഏരിയ ഓഫ് ദ സർക്കിൾ ഈ സർക്കിളിന്റെ പൈ ആർ സ്ക്വയർ, ഏരിയ ഓഫ് ദ 4 സ്മോൾ സർക്കിളിന്റെ 4 പൈ ആർ സ്ക്വയർ അല്ലേ, ഈ 4 സ്മോൾ സർക്കിളിന്റെ 4 പൈ ആർ സ്ക്വയർ. ലാർജ് സർക്കിളിന്റെ എത്ര റേഡിയസ് ഉണ്ടാകുക? ലാർജ് സർക്കിൾ പറഞ്ഞാൽ എങ്ങനെ വരുന്നത്? ഇവിടെ ഉണ്ട്, ഇവിടെ തന്നെ 2r ഉണ്ട്. റേഡിയസ് ഓഫ് ദ ലാർജ് സർക്കിൾ 2r ആണ്. യെസ്, 2r. ഈ ഇതുണ്ട് r പ്ലസ് r, 2r. ഏരിയ ഓഫ് ദ ലാർജ് സർക്കിൾ മീൻ പൈ ഇൻറ്റു 2r ഹോൾ സ്ക്വയർ. കണ്ടില്ലേ, ഇവിടെ പൈ ഇൻറ്റു r സ്ക്വയർ മീൻസ് 2r ഹോൾ സ്ക്വയർ. പൈ ഇൻറ്റു 2 ഇൻറ്റു 2 4r സ്ക്വയർ. That means 4 pi r square. Same thing, 4 pi r square. നമുക്ക് കിട്ടി 4 pi r square. എന്താ പ്രൂവ് ചെയ്യേണ്ടത്? പ്രൂവ് ദാറ്റ് the area of the large circle is sum of the area of 4 small circle ആണ്. ഏരിയ ഓഫ് ദ 4 സ്മോൾ സർക്കിൾ 4 pi r square അല്ലേ, ഇവിടെയും കിട്ടി 4 pi r square, both are same. അത് പ്രൂവ് ചെയ്തു. ഇൻട്രസ്റ്റിംഗ് ആണ്, ഫിഗർ കണ്ടാൽ അത് കൺഫ്യൂഷൻ ആണ്. ഈ 4 സർക്കിളിന്റെ ഏരിയ ആയിരിക്കും ഈ വലിയ. Prove that the area of the large circle is the sum of the areas of the 4 small circle. ഈ 4 സ്മോൾ സർക്കിളിന്റെ ഏരിയ ആണ് ഈ വലിയ സർക്കിളിന്റെ ഏരിയ. യെസ്, 6 എടുക്കുക, 6 കാർബൺ R2 എടുക്കരുത് കേട്ടോ. ഇനി നെക്സ്റ്റ് 5th വൺ, 5ാമത്തെ യെല്ലോ കളറൊക്കെ കുത്തുന്നുണ്ട്. ഞാൻ ഫിഗർ നോക്കാം. In the picture below, the squares of same size prove that area of the green region is the picture in the picture are equal. ഈ ഗ്രീൻ റീജിയൻ ലൂപ്പിൽ എവിടെ, ഈ ഗ്രീൻ റീജിയൻ ഈക്വൽ ആണ് പ്രൂവ് ചെയ്യും. എങ്ങനെ ചെയ്യും? അവിടെ സർക്കിൾ 4 സർക്കിൾ ആണ് ഉണ്ടല്ലേ. 4 സർക്കിൾ മീൻസ് 1 ഫുൾ സർക്കിൾ ആണ്. ക്വാഡ്രന്റ് ഓഫ് സർക്കിൾ പറയും. നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇത് സ്ക്വയർ ഈക്വൽ ആണ്, ഏരിയ ഈക്വൽ ആണ്. അപ്പൊ ഈ 4 നോക്ക്, ഓരോ ഭാഗവും വരുന്നില്ല സർക്കിളിന്റെ. ഞാൻ ഈ സർക്കിളിന്റെ ഈ മൂലയുള്ള സർക്കിൾ ഇങ്ങനെ വരും. പിന്നെ വേറൊരു ഭാഗമല്ലേ, അത് ഞാൻ കൊണ്ടുപോയി വെക്കുന്നു. പിന്നെ വേറൊരു ഭാഗം അതും കൊണ്ടുപോയി വെക്കുന്നു. 1 2 എല്ലാ ഭാഗം കൂടി ഫുൾ സർക്കിളായി. അതാ ഫുൾ സർക്കിൾ വരുന്നത്. അങ്ങനെ നമുക്ക് ലോജിക്കലായി ചിന്തിക്കാം. പക്ഷെ എങ്ങനെ പ്രൂവ് ചെയ്യും? അവർ പറഞ്ഞത് ചുവടെയുള്ള 2 ചിത്രങ്ങളിലും സമചതുരങ്ങൾക്ക് ഒരേ വലുപ്പമാണ്. സ്ക്വയേഴ്സ്. The squares of the same size prove that the area of the green region in the pictures are equal. ചിത്രത്തിലെ പച്ച ഭാഗങ്ങൾക്ക് ഒരേ പരപ്പളവാണെന്ന് തെളിയിക്കുക. ഈ 2 ഏരിയ. അപ്പൊ സ്ക്വയറിന്റെ ഏരിയ മൈനസ് ഏരിയ ഓഫ് 1 സർക്കിൾ സെയിം എന്നല്ലേ. ഈ 4 ക്വാഡ്രന്റ് ഓഫ് സർക്കിൾ മീൻസ് 4 ഭാഗം. ക്വാഡ്രന്റ് 1 ഓഫ് സർക്കിളിന്റെ 45 90 ഡിഗ്രി 90 ഡിഗ്രി 90 490 360 ഡിഗ്രി. കട്ട് ചെയ്ത സർക്കിൾ കട്ട് ചെയ്താൽ 4 ഭാഗം കിട്ടും. അതാണ് ക്വാഡ്രന്റ് എന്ന് പറയുന്നത്. ക്വാഡ്രന്റ് ഓഫ് സർക്കിളിന് കേട്ടിട്ടുണ്ടാവും അല്ലേ? നോക്കിയാ സർക്കിള് ഇത് സർക്കിളിന് കട്ട് ചെയ്ത 4 ഭാഗം കിട്ടും. ടോട്ടൽ 360. അത് 90 ഡിഗ്രി 90 ഡിഗ്രി 90 ഡിഗ്രി 90 ഡിഗ്രി. ഓരോ ഭാഗവും ക്വാഡ്രന്റ് ഓഫ് സർക്കിളാണ്. കണ്ടോ, ഈ സർക്കിളിന്റെ ഈ ഭാഗമാണ് ക്വാഡ്രന്റ്. ആ 4 ക്വാഡ്രന്റ് കൂടി കഴിഞ്ഞാൽ 360 ആയി. അത് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കണ്ടില്ലേ, ഇതാ ഒരു സർക്കിളിന്റെ ഒരു ഭാഗമാണ് ക്വാഡ്രന്റ് ആണ്. ആ സർക്കിൾ ഇതാണ് ആ സർക്കിൾ. ഈ ഭാഗം കണ്ടില്ലേ, ഈ ഭാഗം ഇങ്ങോട്ട് വരുന്ന വേറൊരു ഭാഗം ആ ക്വാഡ്രന്റ്. പിന്നെ മേലെയുള്ള ഭാഗങ്ങൾ ഇവിടെ ഇങ്ങനെ ചെയ്യാലോ. മേലെയുള്ള ഭാഗങ്ങൾ ഇതാ ഇവിടെ കൊടുത്തു.
ഇവിടെ ഒരു സർക്കിളിന്റെ ക്വാഡ്രന്റ് വന്നു. ഇനി അടുത്ത ഭാഗം കൂടി ഇവിടെ ജോയിൻ ചെയ്തു. ഫുൾ സർക്കിളാണ്. സെയിം ആണ്. ഇതേ ഫിഗർ ആദ്യം ഫിഗർ വരച്ച് സർക്കിൾ ഞാൻ കട്ട് ചെയ്ത് ഇനി ആ 4 ഭാഗവും കൂട്ടിയാലും നമുക്ക് 360 കിട്ടും. 360 ഫുൾ സർക്കിൾ. I think you understood. മനസ്സിലായില്ലേ? ഓക്കെ. അതെങ്ങനെ ചെയ്യുന്നു? റേഡിയസ് ഓഫ് ദ സർക്കിൾ 6 എടുത്തു. ഏരിയ ഓഫ് ദ സർക്കിൾ, റേഡിയസ് സർക്കിൾ 6 ആണെങ്കിൽ റേഡിയസ് ഓഫ് ദ സർക്കിൾ R. Area of the circle pi r square. One side of the square is r plus r അല്ലേ? അപ്പൊ ഏരിയ ഓഫ് സ്ക്വയർ 2r into 2r, side into 4r square. Area of the green region is 4r square minus pi r square. അങ്ങനെ കീപ്പ് ചെയ്യാം. This is equation 1. Sorry. This is equation 1. Area of the green region. Area of the square minus area of the circle. സർക്കിൾ എങ്ങനെ കിട്ടി? 4 റീജിയൻ, 1 സൈഡ് ഓഫ് ദ സ്ക്വയർ കിട്ടി. 4 സർക്കിൾ, 4 ക്വാഡ്രന്റ് ആണ് 1 സർക്കിൾ ആയിരുന്നു നേരത്തെ പറഞ്ഞു. ഇനി അടുത്തത് ഏരിയ ഓഫ് സ്ക്വയർ സെയിം ആണ്. 2r, സൈഡ് 2r into 2r, 4r square, 4r square. റേഡിയസ് ഓഫ് ദ ലാർജ് സർക്കിൾ എത്ര ഉണ്ടാകുക? റേഡിയസ് 6 അല്ലേ? ആ സർക്കിൾ തന്നില്ല. ഈ സർക്കിൾ അവിടെ കട്ട് ചെയ്ത് ഇങ്ങനെ പോയത് ക്വാഡ്രന്റ്. pi r square, 4r square minus pi r square. പ്രൂവ് ചെയ്തല്ലോ. നീ പ്രൂവ്. വാട്ട് യു ഹാവ് ടു പ്രൂവ്? Prove that the area of the green region in the pictures are equal. Green region in the pictures are equal. ഇപ്പൊ നമ്മൾ എന്താ പ്രൂവ് ചെയ്ത്? ഏരിയ ഓഫ് ദ ഗ്രീൻ റീജിയൻ pi r square minus 4r square minus pi r square, 4r square minus 2 ഈക്വൽ ആണ്. പൈന്റെ വാല്യൂ ഒന്നും കൊടുക്കണ്ട. It is okay. Now page next one. 6th question. നല്ലൊരു ഫിഗർ കാണുന്നു. Parts of a circle are drawn with the vertices of a regular hexagon. 1, 2, 3, 4, 5, hexagon. And the figure below is cut out. ഇതിനെ cut out ചെയ്തു. Calculate area of the figure cut out. ഇതിന്റെ cut out ചെയ്ത ഫിഗറിന്റെ ഈ ബ്ലൂ കളറിന്റെ ഏരിയ കാണും. ഇങ്ങനൊന്നും കാണാൻ കഴിയും. പക്ഷെ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഏരിയ ഓഫ് ദ ഹെക്സഗൺ കിട്ടെങ്കിൽ മൈനസ് ഏരിയ എത്ര സർക്കിൾ ഉണ്ട്? 1, 2, 3, 4, 5, 6. 3 സർക്കിൾ. 3 അല്ല 6 ക്വാഡ്രന്റ്. എന്താണ് പറയാ? സർക്കിളിന്റെ ഭാഗങ്ങളില്ലേ? 1, 2, 3, 4, 5, 6. ഇവിടെ ആംഗിൾ 90 അല്ല കേട്ടോ. 90നേക്കാൾ ഒബ്റ്റ്യൂസ് ആംഗിളാണ് വരുന്നത്. 90 ആണെങ്കിൽ സുഖമാണ്. 4 നമുക്ക് 4 ഒരു സർക്കിളാക്കി എടുക്കായിരുന്നു. പിന്നെ ഹാഫ് ആണെങ്കിൽ സുഖമാണ്. നോക്കാം നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്. ഏരിയ ഓഫ് ദ റെഗുലർ ഹെക്സഗൺ ഇസ് ഈക്വൽ ടു ഇതിനകത്ത് 6 into √3/4 a square. 4 ഈക്വലായിട്ട് ട്രയാങ്കിൾ ആക്കാം. ഈ റെഗുലർ ഹെക്സഗന്റെ 6√3 centimeter square കിട്ടും. രണ്ടാമത്തെ മറ്റേ ഹെക്സഗൺ നമ്മൾ ചെയ്തിരുന്നു. √3/4 a square. ആദ്യം തന്നെ √3/4 ഏരിയ ഓഫ് എ ഈക്വലാറ്റർ ട്രയാങ്കിൾ ആണ് തന്നുണ്ട്. 6 ഈക്വലാറ്റർ ട്രയാങ്കിൾ 6√3 ശരിയല്ലേ? 6√3 ഏരിയ ഓഫ് 1 സെക്ടർ. ഈ സെക്ടർ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഒരു സെക്ടർ എത്ര ഉണ്ടാവും? സെക്ടറിന്റെ ഏരിയ θ/360 into pi r square. ആ ഫോർമുല തന്നെ ആദ്യത്തിൽ നമ്മൾ ചെയ്തു. ഏരിയ ഓഫ് സെക്ടർ, ഏരിയ ഓഫ് എ സെക്ടർ ഈസ് ഈക്വൽ ടു θ/360 into pi r square. തീറ്റ എന്ന ആംഗിൾ മെയിൻ ഇവിടെ. ഈ സെക്ടർ ഇവിടെയാണ് നോക്കാൻ പുറത്തെടുക്കും. ദിസ് ഈസ് ദ സെക്ടർ നൗ. ഈ ആംഗിൾ 90 അല്ല, ഇത് എത്രയാണ്? 120 ആണ്. 120 ആംഗിൾ
120. കാരണം 120 ടോട്ടൽ ആംഗിൾ എത്ര ഉണ്ടാവും? അതിലെ ഫോർമുല ഉണ്ട്. ഡിവൈഡഡ് ബൈ 6 ഈക്വലേറ്റർ ആകുമ്പോൾ ഡിവൈഡഡ് ബൈ 6 and -2 into 180 degree എന്ന ഫോർമുല ഉണ്ട്. അപ്പോൾ 120 ഡിഗ്രി കിട്ടും. പൈ ആർ സ്ക്വയർ ഇൻറ്റു 120. തീറ്റ ഈസ് 120 ഡിഗ്രി. ഇവിടെ തീറ്റ 120 by 360. അത് കട്ട് ചെയ്ത് പോയാൽ 2π സെന്റിമീറ്റർ. ഏരിയ ഓഫ് 6 ഹെക്ടർ തല്ലി 6 ഇൻറ്റു ചെയ്താൽ ഇത്ര കിട്ടും. ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി ഏരിയ ഓഫ് കട്ട് ഔട്ട് ലാസ്റ്റ് എത്ര കിട്ടി? 2π ആണ്. 2π സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഇതിന്റെ ഏരിയ ഓഫ് ദ 6 ഹെക്ടേഴ്സ്. ടോട്ടൽ ഹെക്സഗന്റെ എത്ര കിട്ടിയിരുന്നു? 6√3 കിട്ടിയിരുന്നു. അപ്പൊ 6√3 - 2π. അതിന്റെ വാല്യൂ കൊടുത്ത √3 is equal to 1.73. 2.2 into 3.14. ഓക്കെ, 4.1. അത്ര ഈസി അല്ല, ശ്രദ്ധിക്കാം. ഓക്കെ, കാരണം ഈ കട്ടൗട്ടിന്റെ കിട്ടണേ വേറെ മാർഗമൊന്നുമില്ല. ഇതിന്റെ റെഗുലർ ഹെക്സഗൺ ആണ്. റെഗുലർ ഒക്കെ പറഞ്ഞ റെഗുലർ ഹെക്സഗൺ. റെഗുലർ ഹെക്സഗന്റെ ഏരിയ -6 എന്താ പറയാ സെക്ടേഴ്സ്. അത് ഈക്വൽ സെക്ടറാണ്. ഈക്വൽ സെക്ടറാണ് 120. ഒരു സെക്ടറിന്റെ ഒരു പോളിഗന്റെ ആംഗിൾ n-2 into 180 ഡിഗ്രിയാണ് വരുന്നത്. ആംഗിളിന്റെ ഫോർമുല ഉണ്ട്. അതായത് എക്സ്റ്റീരിയർ ആംഗിൾ വിത്ത് 360. ഏത് പോളിഗൻ ആയി കഴിഞ്ഞാൽ ഇസ് എ പോളിഗൻ. We know it is a quadrilateral. ഇത് 360 ആണ്. 2 ട്രയാങ്കിൾസ് ആണ് അല്ലേ? 360. 180 + 180 360. പെന്റഗണിൽ എത്ര അറിയും? ഇതിനൊരു ഫോർമുല ഉണ്ട്. n-2 into 180 ഡിഗ്രി. ക്വാഡ്രിലാറ്ററൽ എത്ര സൈഡ്? 4. 4 - 2 into 180 degree. 2 into 180 degree. That means 2 into 180. അങ്ങനെയാണ് നമുക്ക് ഇത് ഓർത്താൽ മതി. 360 കിട്ടും. ഏത് പോളിഗൺ ആയിക്കാൻ -2 into 180 degree. ഇവിടെ എന്താ ഹെക്സഗൺ അല്ല. ഹെക്സഗൺ മീൻസ് 6. n is 6. n-2 into 180 degree. ഞാനത് എഴുതുന്നില്ല. 6 - 2 into 180 degree. That means 4 into 180. 4 into 180 എത്ര ആംഗിൾ ഉണ്ടാവും? 4. 180 into 720 അല്ലേ? 180 360 720 ഡബിൾ 4 times ഡബിൾ ചെയ്താൽ മതി. 180 and double 360 18 18 36 720. അത് ടോട്ടൽ ആംഗിൾ 720. ഞാൻ ഇതാ പറയുന്നത് എങ്ങനെ 120 കിട്ടിയത്. 120 എങ്ങനെ കിട്ടിയത്? അതിന്റെ ഹെക്സഗന്റെ ടോട്ടൽ ആംഗിൾ 720 അല്ല, ഇവിടെ കിട്ടി 720. ഹെക്സഗൺ മീൻ എത്ര സൈഡ് ഉണ്ട്? 6 സൈഡ്. റെഗുലർ ആവുമ്പോൾ EQ ആംഗുലർ എല്ലാ ആംഗിളും 6 ആംഗിൾ ഉണ്ടാവും. 1 ഇവിടെ ഹെക്സഗണിൽ എത്ര ആംഗിൾ അവിടെ നോക്കി? 1 2 3 4 5 6 സൈഡ് ആൻഡ് 6 ആംഗിൾസ്. ട്രയാങ്കിളിൽ 3 സൈഡ് 3 ആംഗിൾസ്. ക്വാഡ്രിലാറ്ററൽ 4 സൈഡ് 4 ആംഗിൾ. അപ്പോൾ ഒരു ആംഗിളിന്റെ എത്ര തീറ്റ കാണാൻ എന്ത് ചെയ്താൽ മതി? നല്ല ഈക്വലാ. 720 divided by 6 ചെയ്താൽ മതി. 720 കിട്ടി. അത് കട്ട് ചെയ്യാലോ. 72 7ൽ എത്ര കിട്ടി? 1 6 is 6. 12 ഉണ്ട്. 12ൽ എത്ര? 6 2 120 ഡിഗ്രി. അങ്ങനെയാണ് 120 ഡിഗ്രി. ഈ ഫോമുല ഓർക്കാം. നമ്മൾ ആദ്യത്തിൽ പറഞ്ഞ കുറേ കാര്യങ്ങൾ പറഞ്ഞത് അതിൻ്റെ ഒപ്പം അത് എഴുതി വരും. പോളിഗൺ ഒന്ന് എഴുതിക്കോളൂ അവിടെ.
അവിടെ ഇവിടെ തന്നെ ഇവിടെ എഴുതാം, ഗ്യാപ്പ് ഉണ്ടോ അല്ലെങ്കിൽ അവിടെ എഴുതാം. യെസ്, 120 എങ്ങനെ കിട്ടിയെന്ന് പറയുന്നത്. In a regular polygon, all angles are equal. All angles and sides are equal. All angles are equal and sides are equal. Regular hexagon. Interior, I am talking about interior. I am not talking about exterior. Here, look. Exterior angle എപ്പോഴും എത്ര ആയിരിക്കും? ഇതൊരു സർക്കിൾ ആയിരിക്കും, 360 ഡിഗ്രി. ഏത് പോളിഗണാണ് എക്സ്റ്റീരിയർ ആംഗിൾ 360 ആയിരിക്കും. ഇത് സർക്കിളാണ്. ലുക്ക്, വാട്ട് എവർ ബി ദ പോളിഗൺ, ഇത് എടുക്കേണ്ട കാര്യമൊന്നുമില്ല, പൊല്ലാട്ട് എടുത്തോളണമില്ല. ഞാൻ എക്സാമ്പിൾ പറഞ്ഞു. 1 2 3 ഇവിടെതാ 4. ഇത് 4 കൂട്ടി ഒരു സർക്കിൾ കിട്ടും, 360 ആയി. In a regular, all angles are equal. In hexagon, because we give an hexagon, regular hexagon, in an hexagon, in a regular polynomial and polygon, P means RP means polygon, understand? In a regular hexagon, there are 6 equal angles. 6 equal angles. I'm not talking about exterior angle. Exterior angle will be 360 for all figures. 6 equal angles. So total angle of a polygon is equal to total angle, that means interior angle, not exterior. I'm talking angles of a polygon. മനസ്സിലാവുന്നുണ്ടോ? is equal to n minus 2 into 180 degree. അത്ര ട്രയാങ്കിൾ ഉണ്ടാവുന്ന here hexagon has 6 equal angles. So total angles of an hexagon is equal to 6 minus 2 into 180 degree. That means 4 into 180. That means 1836, 720. Total angle of 6 angles of a hexagon, 720. 6 equal angles. So 6 equal angles is equal to 6 equal angles, that is equal to 720. So one angle is equal to 720 divided by 6. That means 120 degree. അതാണ് നമുക്ക് കിട്ടുന്നത്. That we got here. ഇവിടെ കണ്ടില്ലേ, hexagon. Okay.
120. So this angle is 120. അങ്ങനെ കിട്ടി this is the. Okay. Now listen here. Next page. ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. Next page is the 7th question, page number 164. 164. Page number 164. ആ ക്വസ്റ്റ്യൻ വായിച്ചു. ഇതല്ല 164. ഇതല്ല ക്വസ്റ്റ്യൻ, സോറി, നമ്മൾ ചെയ്തു. ഇവിടെ parts of a circle are drawn within square like this. Page number 164 എല്ലാവരും നോക്കിയത്. 164, page number 164. Prove that area of the blue region is half of the area of the square. ഒരു സമചതുരത്തിനുള്ളിൽ ചുവടെ കാണുന്ന പോലെ വൃത്തഭാഗങ്ങൾ വരയ്ക്കുന്നു. വൃത്തത്തിന്റെ ഭാഗങ്ങളില്ല, കുറെ ഭാഗങ്ങളുണ്ട്. ചിത്രത്തിൽ നീല നിറം കൊടുത്തിരിക്കുന്ന ഭാഗത്തിന്റെ പരപ്പളവ് സമചതുരത്തിന്റെ പരപ്പളവിന്റെ പകുതിയാണെന്ന് തെളിയിക്കുക. ഈ prove that the area of the blue region is half of the area of the square. ഇവിടൊക്കെ വൃത്തമുണ്ട്, സ്ക്വയർ ഉണ്ട്, സർക്കിൾ 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 സർക്കിൾ. അത് ഹാഫാണ് പ്രൂവ് ചെയ്യാം. നോക്കാം നമുക്ക് എങ്ങനെയാണ്. ഇതാ, one side of the square is equal to r plus r, that means 2r. Area of the square is equal to side into side 4r square. Area of the semicircle, ഇവിടെ സെമി സർക്കിൾ, ഇവിടെ ഒരു സെമി സർക്കിൾ ഉണ്ടാവും അല്ലെ? ഇത് രണ്ടും പാടെ കൂടിയാണ് 6 6. ഇതിപ്പോ സെമി സർക്കിൾ അല്ല, ക്വാഡ്രന്റ് ഓഫ് സർക്കിളാണ്. പൈ ആർ സ്ക്വയർ ബൈ 2. ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ, ഇത് റെക്ടാങ്കിൾ 2r ആണ്. 2r into r അല്ലെ? ലെങ്ത് into ബ്രെഡ്, 2r into r, 2r square. ഇവിടെ നോക്ക്, ഇവിടെ സർക്കിളിന്റെ കാൽഭാഗം, സർക്കിളിന്റെ കാൽഭാഗം. അപ്പൊ സെമി സർക്കിൾ അല്ലെ? ഇത് രണ്ടും പാടെ കൂടിയ സെമി സർക്കിളായി. ഇതിന്റെ ഇത് പകുതി ഇല്ലല്ലോ, പകുതി ഇല്ല. 2 കാല് കൊണ്ട് വെച്ചു. ഇവിടെ 90 ഡിഗ്രി 90 ഡിഗ്രി, രണ്ടും പാടെ കൂട്ടിയാൽ പകുതിയാവും സെമി സർക്കിൾ. സെമി സർക്കിളിന്റെ പൈ ആർ സ്ക്വയർ ബൈ 2. ഏരിയ ഓഫ് ദ റെക്ടാങ്കിളോ, വൺ സൈഡ് ഓഫ് ദ സ്ക്വയർ കിട്ടി. ഏരിയ ഓഫ് ദ സ്ക്വയർ 4r സ്ക്വയർ. ഇനി ഇവിടെ റെക്ടാങ്കിൾ, ഇവിടെ 6 ആണ്, ഇത് സ്ക്വയറിൽ ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ 2r into r. കാരണം ഇവിടെ റെക്ടാങ്കിൾ ഉണ്ട്, 2r into ഇത് 6 ആണ്. ഇത് സ്ക്വയർ ആയിരുന്നു ആദ്യം, ഏരിയ ഓഫ് ദ സ്ക്വയർ. പക്ഷെ ഇവിടെ റെക്ടാങ്കിൾ എടുത്തു, ഇത് കഴിഞ്ഞു. ഇനി ഏരിയ ഓഫ് ദിസ് പാർട്ട് കിട്ടും, 2r into r, 2r സ്ക്വയർ. ഇനി ടോട്ടൽ ഏരിയ ഓഫ് ദ 2 of the circle below, 2 portions of the circle below. Total area of the 2 portions of the pi r square by 2 alle, pi r square by 2. Area of the blue region means blue region is semicircle ഉണ്ട് ഇവിടെ. Okay, 2r square minus pi r square by 2. ഇത് പൈ ആർ സ്ക്വയർ ബൈ 2നാണ് ഈ സെമി, ഇവിടെ വരെയുള്ള സർക്കിളിന്റെ എന്താ ഈ സെമി സർക്കിൾ. അത് താഴത്തുണ്ട്, നമുക്ക് പിന്നെ വരാം. ഇവിടെ വരെ കണ്ടില്ല സെമി സർക്കിൾ.
ഇതൊരു സെമി സർക്കിൾ പൈ ആർ സ്ക്വയർ ബൈ 2. അപ്പൊ ഇതിന്റെ ഈ ഏരിയന്റെ ഏരിയ എത്ര ഉണ്ടാവും? ടോട്ടൽ ഈ സ്ക്വയർ റെക്ടാങ്കിളിന്റെ 2r into r അല്ലെ? റെക്ടാങ്കിൾ മീൻസ് ഈ റെക്ടാങ്കിൾ ഇങ്ങോട്ട് എടുത്തു, ഇത് 2r ആണ്, ഇത് r. 2r into r, 2r സ്ക്വയർ മൈനസ് പൈ ആർ സ്ക്വയർ ബൈ 2. അതാണ് ഇതിന്റെ. ഇനി ടോട്ടൽ ഏരിയ ഓഫ് ദ ബ്ലൂ റീജിയൻ എന്താ വരിക? ബ്ലൂ റീജിയൻ ഇത് ഇവിടെ പൈ ആർ സ്ക്വയർ ബൈ 2 ഇവിടെ കിട്ടി, പൈ ആർ സ്ക്വയർ ബൈ 2. പിന്നെ പ്ലസ് ബ്ലൂ റീജിയൻ what I am talking, പ്ലസ് 2r സ്ക്വയർ മൈനസ് പൈ ആർ സ്ക്വയർ ബൈ 2. റെക്ടാങ്കിൾ ഇല്ലേ, 2r സ്ക്വയർ, റെക്ടാങ്കിൾ ഇവിടെ നോക്കും, 2r സ്ക്വയർ, അതും ഈ പൈ ആർ സ്ക്വയർ ബൈ 2, പൈ ആർ സ്ക്വയർ ബൈ 2 ഇത് മൈനസ് ചെയ്യണം സെമി സർക്കിളിൽ. അപ്പൊ 2r സ്ക്വയർ. What do you have to prove? Prove that the area of the blue region is half of the area of the square. Area of the square എത്രയായിരുന്നു? Area of the square 4r square. ഇപ്പൊ ഇത് 2r സ്ക്വയർ കിട്ടില്ല, ഹാഫ് കിട്ടില്ലേ? All of you please look this one. ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ. Semicircle, total area of the portion is of the circle below. Area of the blue region below. Then 2r square minus semicircle ഇവിടെ കുറക്കണം. രണ്ട് ക്വാർട്ടർ സർക്കിൾ ആണ്, ക്വാഡ്രന്റ് ആണ് സെമി സർക്കിൾ ആയി വരുന്നത്. ടോട്ടല് റെക്ടാങ്കിൾ ആയി, റെക്ടാങ്കിളില് 2r into r, 2r സ്ക്വയർ മൈനസ് പൈ ആർ സ്ക്വയർ ബൈ 2 കിട്ടി, ഈ ലൂപ്പ് കിട്ടി. ഇനി മേലെല്ലാം എത്രയാണ്? ഇത് കാണേണ്ട ആവശ്യമില്ല, പൈ ആർ സ്ക്വയർ ബൈ 2 ആണല്ലോ. ക്ലിയർ ആയില്ലേ? മേലുള്ളത് സെമി സർക്കിൾ ആണ്, ഇത് നമുക്ക് ബ്ലൂ റീജിയൻ ആണ്, ഓൾറെഡി ബ്ലൂ റീജിയൻ ആണ്. ഇത് ഒരു സർക്കിളിൻ്റെത് പൈ ആർ സ്ക്വയർ ആണ് ടോട്ടൽ, അതിന്റെ ഡിവൈഡ് പൈ ആർ സ്ക്വയർ ബൈ 2 പ്ലസ് പിന്നെ ഇവിടെ വന്ന റീജിയൻ ആണ് ഇപ്പൊ നമ്മൾ കാണുന്നത്, ഈ റീജിയൻ, ഇതിന്റെ താഴെ ഭാഗം, അതിൻ്റെത് ആ റെക്ടാങ്കിൾ, ഈ റെക്ടാങ്കിൾ ഇവിടെ r പ്ലസ് r 2r into r, 2r സ്ക്വയർ ആണ്. 2r സ്ക്വയർ മൈനസ് ഇവിടെയും കണ്ടി രണ്ട് സർക്കിൾ അല്ല പിന്നെയും കാണുന്നത് അല്ലേ? ഇവിടെ നോക്ക്, ഇത് ഹാഫ് സർക്കിൾ ആയി, രണ്ടും പാടെ കൂടി ഹാഫ് സർക്കിൾ ആയി. ഹാഫ് സർക്കിളിന്റെ പൈ ആർ സ്ക്വയർ ബൈ 2, അതാണ് 2r സ്ക്വയർ മൈനസ് പൈ ആർ സ്ക്വയർ ബൈ 2 പറഞ്ഞ ഈ ബ്ലൂ രണ്ട് ഭാഗം. ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്. അപ്പൊ 2r സ്ക്വയർ വന്നു. ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് അതായത് നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക, വായിക്കുക. ഇപ്പൊ നമ്മൾ ആദ്യത്തെ പറഞ്ഞ മാതിരി ഇതില് ഈ ഫോർമുലകളൊക്കെ ഓർക്കുക. എന്താ ഇവിടെ ആദ്യം തന്നെ കുറച്ച് ഫോർമുല ചെയ്തിട്ടുണ്ട്. എന്താ ഏരിയ ഓഫ് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ √3/4 a square, area of a square diagonal d half d square, area of a sector of a circle theta by 360 into pi r square. Okay, then you understood. എന്തെങ്കിലും സംശയം ചോദിക്കാം. ഇനി ഏതെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടിട്ട് പറഞ്ഞെന്നാൽ ഞാൻ ചെയ്ത് അയച്ചു തന്നു. ഓക്കെ, ഇത് ഇന്നലത്തെ ക്ലാസ്സിൽ കുറച്ച് കൺഫ്യൂഷൻ വന്നു, അതുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്തത്. Okay then, bye.